ഇന്ന് ഫ്രഷായി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ കയറിയത്. തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായതുകൊണ്ട് സിമ്പിളായിട്ടൊരു നെയ്ച്ചോറാണെന്ന് ഉണ്ടാക്കിയത്. നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാൻ ചെയ്യൽ. എനിക്ക് അതാണ് നല്ല കംഫർട്ടായിട്ട് തോന്നൽ. അപ്പോൾ ഞാൻ കുക്കർ വെച്ചു, ഓയിൽ ഒഴിച്ചു, കുറച്ച് നെയ്യ് ഇട്ടു, സവാള ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, സ്പൈസസ് ഒക്കെ ഇട്ട്, പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അരി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കുക്കർ ക്ലോസ് ചെയ്തത്. ഇന്ന് ഈ നെയ്ച്ചോറ് ഞാൻ വലിയ അരിയാട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് കാരണം 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഒരു വിസിൽ വരുത്തി. ചോറ് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിരുന്നു. ഈ ഫ്രൈഡ് ഒരു സിമ്പിൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. വേറെ സ്പെഷ്യലൊന്നും ഉണ്ടായില്ല. ഈ വലിയ അരി കുറച്ച് നാളായി വാങ്ങിയിട്ട് അത് തീർക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇത് ഉണ്ടാക്കിയത്. കുറച്ച് കഴിഞ്ഞ് കുക്കർ തുറന്ന് ആ നെയ്ച്ചോറിന് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൊഞ്ച് വരുത്തി. ഈ ഫ്രൈഡേ സൺഡേ ഒക്കെ വരുമ്പോൾ ഒരു നെയ്ച്ചോറോ ഒരു ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നൂല്ലേ. ഞങ്ങൾ അച്ചാറും ബീഫ് കറിയും നെയ്ച്ചോറൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊന്ന് റെഡിയായി. നമ്മൾ ഈ റെഡിയായി ഇറങ്ങിയത് അനിയൻ്റെ അടുത്തേക്ക് പോകാനാണ് കേട്ടോ. അങ്ങനെ സംസാരത്തിനോടൊപ്പം എഫ്എമ്മും കേട്ട് നമ്മളങ്ങനെ അനിയൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോയി. യാത്രകൾ എപ്പോഴും കംഫർട്ട് ആവണമെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ആളെ പോലെ തന്നെ വെതറും കൂടി ഓക്കെ ആവണം. ഇന്നിപ്പോൾ നല്ല വെതറാണ് കേട്ടോ.